സുഹൈൽ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പ്രതികൾക്കെതിരായ വാദങ്ങളിലേക്ക് വന്നാൽ പല നിർണായക കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ 3 കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുമുണ്ട്. അതെന്തൊക്കെയാണ്? മനുഷ്യരാശിക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് ചികിത്സ നിഷേധിച്ചുകൊണ്ടും അതേപോലെ തന്നെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ, മറ്റൊന്ന് പീഡനം, ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ്, ജനസൈഡ് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനക്കെതിരെയും അതേപോലെ തന്നെ അസദുസ്സമാൻ ഖാനെതിരെയും ആഭ്യന്തരമന്ത്രിക്കെതിരെയും 2 പേർക്കെതിരെയും ഇപ്പോൾ കുറ്റം ചുമത്തി അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. മുൻ പോലീസ് മേധാവിയായിട്ടുള്ള ബിൻ മാമൂനെതിരെയുള്ള കുറ്റം അത് ശിക്ഷ ഇളവ് നൽകുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ അവർ പ്രതിപട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സാക്ഷി വിസ്താരത്തിൽ ഒരു മാപ്പുസാക്ഷി എന്നുള്ള രൂപത്തിൽ 150-ലധികം വരുന്ന സാക്ഷികളെ വിസ്താരം ചെയ്തപ്പോൾ അതിനനുകൂലമായി അവരുടെ എല്ലാം സാക്ഷിമൊഴികൾ അംഗീകരിച്ചുകൊണ്ട് മാപ്പുസാക്ഷി എന്ന രൂപത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വധശിക്ഷയിൽ നിന്ന് മുൻ പോലീസ് മേധാവിയെ ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റു 2 പേരുടെയും ഒരു പ്രത്യേകത, അവർ 2 പേരും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇല്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീനയും ഇല്ല, അതേപോലെ തന്നെ അസദുസ്സമാനും ഇല്ല. 2 പേരും പുറത്താണുള്ളത്. ആകെ ഉണ്ടായിരുന്നത് പോലീസ് മേധാവി മാത്രമായിരുന്നു, മാമൂൻ മാത്രമായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതിയിലുണ്ടായിരുന്ന ഏക പ്രതിയും അദ്ദേഹം മാത്രമായിരുന്നു. വളരെ വലിയ സുരക്ഷാ കരുതലോടെയായിരുന്നു അവിടേക്ക് എത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കെതിരെയും ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവാമി ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ജയിലിലോ അല്ലെങ്കിൽ പുറത്തോ പലായനം ചെയ്തിട്ടോ ആണുള്ളത്. ആ പ്രസ്ഥാനം പക്ഷേ ഇന്ന് നടത്തിയ ബന്ദ് ബംഗ്ലാദേശിനെ ആകെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു. ഒരാൾ പോലും പുറത്തിറങ്ങാത്ത വിധമുള്ള വലിയ ബന്ദിലേക്ക് രാജ്യം പോയി. ഒരു ലോക്ക്ഡൌണിന് സമാനമായ കാഴ്ചകളാണ് ബംഗ്ലാദേശിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ, പക്ഷേ ഈ വിധി വന്ന് കുറേ സമയമായെങ്കിലും വലിയ രൂപത്തിലുള്ള പ്രതീക്ഷിച്ചിരുന്ന അത്ര വലിയ കലാപങ്ങളോ അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറികളോ നമ്മൾ കാണുന്നില്ല. അതിനനുസരിച്ചുള്ള മുൻകരുതൽ രാജ്യം എടുത്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ ഒരു അക്രമിയെ കണ്ടാലും വെടിവെക്കും എന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ അക്രമങ്ങളിലേക്ക് വൻതോതിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇനിയും സമയം ബാക്കിയുണ്ട്. അത് തന്നെയാണ്. അത് എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ എന്ന് നമുക്ക് അറിയില്ല. ധാക്ക അതിർത്തിയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോഹൈൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ വലിയ ബന്ദ്, രാജ്യം തന്നെ അടച്ചിടുന്ന രീതിയിലുള്ള ഒരു ബന്ദൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവാമി ലീഗ് വെറുതെ ഇരിക്കുന്നത് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ. ഈ പറഞ്ഞതുപോലെ വീണ്ടും കലാപസമാനമായൊരു സാഹചര്യത്തിലേക്ക് കടക്കാൻ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു പ്രക്ഷോഭം ശക്തിയാർജിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീന നാടുവിടുകയും മുഹമ്മദ് യൂനുസ് മുൻ നൊബേൽ സമ്മാന ജേതാവിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ബംഗ്ലാദേശ് ഒരു ജനാധിപത്യത്തിന്റെ പാതയിലേക്ക്, ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നു എന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും അവിടെ കലാപകലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇതേപോലെയുള്ള വിധി പ്രസ്താവത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കലാപങ്ങളിലേക്ക് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇനി ജനാധിപത്യത്തിലേക്ക് ഇനി എത്ര നാൾ എന്ന ചോദ്യം ബംഗ്ലാദേശിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. 2026 ഫെബ്രുവരിയിൽ റമദാൻ മാസത്തിന് മുമ്പായി ഇലക്ഷൻ പ്രഖ്യാപിക്കും, ഇലക്ഷൻ നടപ്പിലാക്കും. അതേപോലെ തന്നെ ഒരു റഫറൻഡവും അതിന്റെ ഭാഗമായി ഉണ്ടാകും. പുതിയ ഭരണഘടന അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റഫറൻഡം അടക്കം 2026 ഫെബ്രുവരിക്ക് മുമ്പ് ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് യൂനുസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത്. അപ്പം അതിലേക്ക് പോകണമെങ്കിൽ വലിയ ചുവടുകൾ വേണം. ജനാധിപത്യപരമായി എല്ലാ കക്ഷികളും ഇതിൽ അംഗീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാവണം. അതേപോലെ തന്നെ ഒരു സമാധാന അന്തരീക്ഷം അവിടെ വേണം. അതിന് പറ്റാവുന്ന തരത്തിലാകുമോ ഇനിയുള്ള ദിനങ്ങൾ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. കാരണം അവാമി ലീഗിനെ അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഒരു നിരോധിത സംഘടനയാണ് ഇന്ന് ഈ ബന്ദ് നടത്തിയിട്ടുള്ളത് ഇപ്പോഴെങ്കിലും. അപ്പോൾ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷമുള്ള ഭരണക്രമത്തിലുമെല്ലാം ഏറെ സ്വാധീനമുള്ള അവാമി ലീഗിന് താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ രൂപത്തിലുള്ള ശക്തിയും സ്വാധീനവും ഒക്കെയുണ്ട്. നേതാക്കൾ ജയിലിലോ അല്ലെങ്കിൽ പലായനത്തിലോ ആണ് എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സാധാരണക്കാരായ ആളുകളെ പരമാവധി ഉപയോഗപ്പെടുത്തി, സോഷ്യൽ മീഡിയയിലടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള സർക്കാരിനെതിരെയും സംവിധാനങ്ങൾക്കെതിരെയും കലാപം നയിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെത്രത്തോളം മുന്നോട്ട് പോകും? സാധാരണക്കാരായ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമോ? ഇനി പുതിയൊരു സർക്കാരും പുതിയൊരു റഫറൻഡവും പുതിയ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നതിനാണോ ബംഗ്ലാദേശ് ജനത പ്രാധാന്യം കൊടുക്കുക എന്നതിനെ അപേക്ഷിച്ചായിരിക്കും ബംഗ്ലാദേശിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത്.